രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി അന്വേഷണ സംഘം. പാലക്കാട് രാഹുൽ താമസിച്ച KPM ഹോട്ടലിലെ മുറിയിൽ ഇന്നലെയായിരുന്നു പരിശോധന. മുറിയിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമാകുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. പല ഇരകളെയും ഈ ഫോൺ വഴിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിൽ വീഴ്ത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് വാട്സപ്പ് ചാറ്റുകളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രലോഭനങ്ങൾ. നിലവിൽ ഈ ഫോൺ കണ്ടെടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെയാണെന്നുള്ളത് ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം ഈ ഇത്തരത്തിൽ ഏത് സമയം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്ന വളരെ വിദഗ്ധനായ ഒരു സൂത്രശാലിയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണിപ്പോൾ വിവരം നൽകാൻ കഴിയുന്നത്? പിടിച്ചെടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ തന്നെയാണോ? ഇന്നലെ ഉച്ചയോട് കൂടിയായിരുന്നു രാഹുൽ ദിവസങ്ങളിലൊക്കെ താമസിച്ച പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടൽ KPM ഹോട്ടലിലെ മുറിയിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധന 1 മണിക്കൂറോളം നീണ്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2002 എന്ന മുറിയിലാണ് രാഹുൽ താമസിച്ചിരുന്നത്. ഈ മുറിയിൽ നിന്നാണ് രാഹുലിനെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ആ ഘട്ടത്തിൽ രാഹുൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അധിക സമയം ഇവിടെ നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ രാഹുലിന്റെ ഫോൺ അവിടെ ഉണ്ട് എന്നുള്ള സംശയത്തിലാണ് അന്വേഷണ സംഘം വളരെ വിശദമായ പരിശോധന നടത്തിയത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് പോലീസ് ഇപ്പോൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അത് ലോക്കാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ കൂടുതൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ദിവസം ഈ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അന്വേഷണ സംഘത്തിന് മുൻപാകെ. നിലവിൽ എത്ര ഫോണുകൾ ആകും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് കൂടി ഒരുപക്ഷെ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത്. അത് തന്നെ വലിയൊരു വെല്ലുവിളി ആയിരിക്കും. നമുക്കറിയാവുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ 3 കേസുകളാണ്, 3 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ പോലീസിൻ്റെ മുൻപാകെ, മുഖ്യമന്ത്രിയുടെ മുൻപാകെ എത്തിയിട്ടുള്ളത്. ഇനിയും നിരവധി പരാതികൾ വരാനുണ്ടെന്ന് നേരത്തെ തന്നെ റിനിയ ആൻ അഗസ്റ്റിൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ഫോണുകൾ കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഈ പ്രവൃത്തിയൊക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊക്കെ ഫോണുകൾ ഉപയോഗിച്ചെന്നത് സംബന്ധിച്ചും പോലീസ് വളരെ ശാസ്ത്രീയമായ, വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ KPM ഹോട്ടലിലെ മുറിയിൽ ഇന്നലെ വിശദമായി പരിശോധന നടത്തിയതും രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് കണ്ടെടുത്തതും. പക്ഷെ അതിനകത്ത് മറ്റൊരു തടസ്സം കൂടി ഉണ്ടതും ഈ ഫോണും ലോക്കാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ മറ്റു ഫോണുകളുടെ പാസ്വേഡ് ഉൾപ്പെടെ രാഹുൽ നൽകാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ഉൾപ്പെടെ നൽകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എങ്ങനെ തുറക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷെ ഏതായാലും ശാസ്ത്രീയമായ വിശദമായ പരിശോധന ഈ ഫോണുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.